ഇസ്രയേൽ-ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ 8 പേർ കൊല്ലപ്പെട്ടു. പിന്നാലെ ഇറാനിലെ ഷഹ്റാൻ എണ്ണശേഖരണ കേന്ദ്രത്തെ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമിച്ചു. ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. അതേസമയം ഇറാൻ ആക്രമണം തുടർന്നാൽ US സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും രംഗത്തിറക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. മൂന്നാം ദിനവും സംഘർഷത്തിന് യാതൊരു വിധായവുമില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ വർഷിക്കുന്നു. ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ടെൽ-അവീവിലും വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിലും തംബ്രയിലുമെല്ലാം ഇറാൻ ആക്രമണം നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരുടെ എണ്ണവും ക്രമാതീതമായി ഉയരുകയാണ്. കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ജനവാസ മേഖലകൾക്ക് പുറമെ ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. ഇസ്രയേലിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇറാൻ ആക്രമിച്ചെന്നാണ് വിവരം. നേരത്തെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയുമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇന്ന് എണ്ണപ്പാടങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ പ്രത്യാക്രമണം. ബുഷഹർ പ്രവിശ്യയിലെ പാഴ്സ് റിഫൈനറിയാണ് ആക്രമിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖൊസ്രോ ഹസാനിയും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയുമായി ആണവ ചർച്ച ഉണ്ടാകില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയിലും തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്കെതിരായ വിമർശനവും ഇറാൻ അറിയിച്ചു. IAEA-യുടെ പ്രമേയം ഇറാന്റെ ആണവോർജ്ജ പദ്ധതികളെ തകർക്കുന്ന സയനിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. അതേസമയം ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ വരും നാളുകളിൽ ഉഗ്രാക്രമണമാണ് നടത്തുകയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. בזמן הקרוב ביותר אתם תראו את מטוסי ישראל, את חיל האוויר של ישראל, הטייסים שלנו, מעל שמי טהרן. ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലേക്ക് നീങ്ങരുതെന്നും സമാധാനം കാത്തുസൂക്ഷിക്കണമെന്നും ലയോ 16 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. Si è gravemente deteriorata la situazione in Iran e Israele in un momento così delicato. അതിനിടെ ഇസ്രയേലിനെ സഹായിക്കാനായി മധ്യപൂർവ്വ ദേശത്തേക്ക് US യുദ്ധക്കപ്പലുകളുടെയും സേനാവ്യൂഹങ്ങളുടെയും നീക്കം തുടങ്ങിയതായും വിവരമുണ്ട്. ഇറാൻ ആക്രമണം തുടർന്നാൽ മുഴുവൻ സൈനിക ശേഷിയും എടുത്ത് രംഗത്തിറങ്ങുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.